എനിക്കറിയാം ഗവൺമെൻറ് എനിക്ക് കിട്ടാൻ പോകുന്നില്ലെന്ന്. അപ്പോൾ അവിടെ കുറേ കൃപാസന പത്രം കിടപ്പുണ്ടായിരുന്നു. ഞാൻ ഒരു വേസ്റ്റ് കൊട്ടയിൽ ഒരു പത്രം ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്ത് കളക്ട് ചെയ്ത് പിറ്റേ ദിവസം ഞാൻ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുത്തു. പിന്നെ ഈ യാത്രയിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം, നമ്മുടെ കൂടെ എപ്പോഴും കോൺസ്റ്റൻ്റായിട്ട് നിൽക്കുന്ന ഒരാൾ അത് ദൈവം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ ആപ്ലിക്കേഷൻ ഓൾ ഇന്ത്യ രജിസ്ട്രേഷൻ തുടങ്ങി. അപ്പം ഞാൻ മാതാവിനോട് ഒരു നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, 308. അത് എൻ്റെ ഉടമ്പടി എടുത്ത ഡേറ്റ് വെച്ച് ഞാൻ ഉണ്ടാക്കിയൊരു നമ്പറായിരുന്നു. അപ്പം ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ സംസാരം ഉണ്ടായി, അതായത് കുറച്ചും കൂടെ പഠിക്കുമായിരുന്നു, കിട്ടുമായിരുന്നു, അങ്ങനെയാണ്. അപ്പം അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായി. അപ്പം ഞാനിങ്ങനെ സൈറ്റിൽ കയറി ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് നോക്കുമ്പോഴാണ് കാണുന്നത് ആ നമ്പർ എൻ്റെ സ്ക്രീനിൽ തെളിഞ്ഞു വന്നു. ഞാൻ മാതാവിനോട് ചോദിച്ച നമ്പർ ആദ്യമായിട്ട് എനിക്കപ്പോൾ കിട്ടുവാണ്. അന്ന് തന്നെ 3 തവണ എനിക്ക് ആ നമ്പർ കിട്ടി. പിന്നെ കേരള രജിസ്ട്രേഷൻ ചെയ്യാൻ പോയപ്പോഴും ഫോൺ ചെയ്തപ്പോഴും 3 തവണ എനിക്ക് ആ നമ്പർ മാതാവ് തന്നനുഗ്രഹിച്ചു. പിന്നീട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു എനിക്ക് കിട്ടിയില്ല. ഞാൻ ഡെൻ്റലും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു, ഗവൺമെൻറ് MBBSഉം ഗവൺമെൻറ് BDSഉം 2 ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ണൂർ ഗവൺമെൻറ് കോളേജ് ഞാൻ വെച്ചിട്ടില്ലായിരുന്നു BDSൽ. അപ്പോൾ രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് ആയപ്പോൾ എൻ്റെ റാങ്കിന് കണ്ണൂർ ഗവൺമെൻറ് കോളേജ് അത് മാത്രം കയറിപ്പോയി. പക്ഷെ ഞാനത് വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് വിഷമിച്ചു, അത് വെച്ചാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കൊരു വചനം കിട്ടി, ഇത് നിൻ്റെ നാശത്തിന് വേണ്ടിയുള്ളതല്ല, ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ്. പിന്നെ വേറൊരു വചനം എനിക്ക് കിട്ടി, തിടുക്കം കൂട്ടേണ്ട, നിങ്ങൾ വേഗം ഓടുകയും വേണ്ട, കർത്താവ് നിങ്ങളുടെ മുമ്പേ നടക്കും, ഇസ്രായേലിലെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. അങ്ങനെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് സമയത്ത് എനിക്ക് ഇവിടെ അച്ഛനെ കാണാനായിട്ട് ഒരു അവസരം കിട്ടി. അച്ഛൻ്റെ കൈവപ്പ് പ്രാർത്ഥന എനിക്ക് കിട്ടി. അത് സെപ്റ്റംബർ 8 മാതാവിൻ്റെ പിറവി തിരുനാളിൻ്റെ അന്നായിരുന്നു. പിന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു, പിന്നെ തേർഡ് കഴിഞ്ഞു, എനിക്ക് കിട്ടിയില്ല. പിന്നെ ഫോർത്ത് അലോട്ട്മെൻറ്റ് ആവാൻ നേരമായപ്പോൾ ഒക്ടോബർ 21 ഒരു വിജ്ഞാപനം വന്നു. അതായത് സുപ്രീം കോടതി വിധി വന്നു. BPL സ്കോളർഷിപ്പ്, അത് 2020 ക്യാൻസലായൊരു സ്കോളർഷിപ്പാണ്, വീണ്ടും അത് വന്നു. BPL വിദ്യാർത്ഥികൾക്കായി പ്രൈവറ്റ് കോളേജിൽ അവർക്ക് ട്യൂഷൻ ഫീസ് ഒന്നും ഇല്ലാതെ പഠിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾക്കത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി, കാരണം എനിക്ക് പ്രൈവറ്റ് കിട്ടാനുള്ള മാർക്കുണ്ടായിരുന്നു. അങ്ങനെ പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്, നമ്മൾ ആദ്യത്തെ വർഷം അടയ്ക്കേണ്ട ഫീസ് അടയ്ക്കണം, ഏകദേശം 11 ലക്ഷം രൂപയാവും. നമ്മളത് അടച്ചേ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചു, പക്ഷേ ഫണ്ടില്ല. അപ്പം മാതാവിൻ്റെ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്കൊരാൾ സ്പോൺസർ ചെയ്തു. 8.5 ലക്ഷം രൂപ ഒരാൾ ഞങ്ങൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്തു. ബാക്കി പൈസ റിലേറ്റീവ്സും എല്ലാം കൂടി ഒപ്പിച്ച് അങ്ങനെ ഞാനാണെങ്കിൽ എനിക്ക് അൽ അസ്സർ മെഡിക്കൽ കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി.